എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആനിനകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മുഖ്ബിതീങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച്, അവരുടെ അടയാളങ്ങളെക്കുറിച്ച് അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുകയാ. അല്ലാഹു സ്വർഗത്തിലാണ്, കാലാകാലം അല്ലാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ അവകാശികളാണെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ ഒന്നാമത്തെ വിഭാഗം ആരെന്നറിയോ? അവർക്കുള്ള ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? വഅദ കേൾക്കാമെന്ന പെങ്ങളെ, ഈ പറയുന്ന സ്വഭാവം നിനക്കുണ്ടോ ഉമ്മ? അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുകയാ, അല്ലാഹു സ്വർഗത്തിലാണെന്ന്, കാലാകാലം സ്വർഗത്തിന്റെ അവകാശികളാണെന്ന് അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയ, സ്വാഗതം പറഞ്ഞ, സന്തോഷ വാർത്ത പറഞ്ഞ ആ അടിമയ്ക്കുള്ള ഒന്നാമത്തെ സ്വഭാവം എന്തെന്നറിയോ? ആ അടിമയ്ക്ക് അല്ലാഹനെ വല്ലാത്ത ഭയമാ. ആ അടിമയ്ക്ക് അല്ലാഹനെ വല്ലാത്ത ഭയമാ. ആ അടിമയുടെ മുമ്പിൽ അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ, ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കുറിച്ച് ആ അടിമയുടെ മുമ്പിൽ പറയപ്പെട്ടാൽ, പടച്ചവനെ വജിലത്തു ഖുലൂബുഹും, അവന്റെ ഹൃദയങ്ങൾ കിടകിടാ വിറയ്ക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവൻ അല്ലാഹനെ വല്ലാത്ത പേടിയുള്ളവരാ. ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, പെങ്ങളോട് ചോദിക്കുകയാ, അല്ലാഹനെ കുറിച്ച് പറയപ്പെട്ടാൽ നമ്മളിൽ ആർക്കാടോ ഭയമുണ്ടാവുക? നമ്മുടെ ആരുടെ ഹൃദയമാണ്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആരാണ് ഒരു സത്യവിശ്വാസി എന്ന് പരിചയപ്പെടുത്തുമ്പോ അല്ലാഹു പറയുന്നു, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്ന ഒരു സത്യവിശ്വാസിയായ മനുഷ്യനുണ്ടല്ലോ, അവന്റെ മുമ്പിൽ അല്ലാഹയെ കുറിച്ച് പറയപ്പെട്ടാൽ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയപ്പെട്ടാൽ, വജിലത്തു ഖുലൂബുഹും, അവന്റെ ഹൃദയങ്ങൾ കിടകിടാ വിറയ്ക്കുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, അവന്റെ കൺതടങ്ങൾ നിറഞ്ഞു വീഴുകയാണ്. ജീവിതത്തിൽ ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തു പശ്ചാത്തപിച്ചു അവൻ അല്ലാഹുവിലേക്ക് മടങ്ങുമെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, നമ്മളിൽ ആർക്കാ അല്ലാഹനെ കുറിച്ചുള്ള പേടിയുള്ളത്? നമ്മളിൽ ആർക്കാണ് അല്ലാഹനെ കുറിച്ചൊരു ചിന്തയുള്ളത്? അല്ലാഹനെ കുറിച്ചുള്ള ഒരു ഭയം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുമായിരുന്നെങ്കിലോ നമ്മളിങ്ങനെ നടക്കില്ലായിരുന്നോ? നമ്മൾ അഹങ്കാരികളാകില്ലായിരുന്നോ? നമ്മൾ നന്ദികേട് കാണിക്കില്ലായിരുന്നോ? പടച്ചവനെ, ഇന്ന് നമുക്ക് പേടിയില്ലടോ. പാപം ചെയ്യാൻ ഇന്നൊരു മനുഷ്യനും ഭയമില്ലല്ലോ. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, എന്റെ ഉമ്മത്തിനൊരു കാലഘട്ടം വരും സ്വഹാബ, അതാ മൂക്കിന്റെ മുകളിൽ ഈച്ച വന്നിരിച്ചിട്ടതിനെ പായിച്ച് കളയുന്നത് പോലെ ഇന്ന് പാപം എങ്ങനെയായടോ? ഇന്നൊരു പേടിയില്ലടോ. പാപം ചെയ്യാനൊരു പേടിയുമില്ല, തെറ്റ് ചെയ്യാനൊരു ഭയമില്ല. കള്ളു കുടിക്കാനാണെങ്കിലും, വ്യഭിചരിക്കാനാണെങ്കിലും, പലിശ കച്ചവടം നടത്താനാണെങ്കിലും, നിസ്കാരങ്ങൾ മുടക്കാനാണെങ്കിലും പടച്ചവനെ നമുക്ക് ഭയമില്ലല്ലോ, പേടിയില്ലല്ലോ. കാണുന്ന ഒരാളുണ്ടെന്നുള്ള ചിന്ത എനിക്കും നിങ്ങൾക്കുമില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിനെ നമ്മളങ്ങും മറന്നു പോയല്ലോ. അല്ലാഹനെ കുറിച്ചുള്ള ചിന്തയില്ലല്ലോ. അല്ലാഹനെ കുറിച്ചുള്ള ചിന്തയുണ്ടാകുമായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെയാകില്ല. പരസ്യമായി കള്ളു കുടിക്കുന്നു, കഞ്ചാവടിക്കുന്നു, മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നു. പടച്ചവനെ, എന്തെല്ലാം പാപങ്ങളാണ് ഈ സമുദായം ചെയ്യുന്നത്. കാണുന്ന ഒരു റബ്ബുണ്ടെന്നുള്ള ചിന്ത എനിക്ക്
എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. പടച്ചവനെ ഇന്ന് തെറ്റ് ചെയ്യാൻ എളുപ്പമാണല്ലോ, ഇന്ന് നിസാരമാണോ? പാപം ചെയ്യാൻ ഇന്ന് എളുപ്പമാണ്. പടച്ചവനെ പണ്ട് കള്ള് കുടിക്കണമെങ്കിൽ അങ്ങോട്ട് പോകണമായിരുന്നു, എന്ന് ഫ്രീ ആയിട്ട് വാങ്ങിച്ചു തരാൻ ആളുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, വ്യഭിചരിക്കാൻ പെണ്ണിനെ തേടി പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് പെണ്ണ് സ്വന്തമായിട്ട് മനസ്സറിഞ്ഞുകൊണ്ട് കൊടുത്ത കേസ് പോലുമില്ലാത്ത കാലഘട്ടമാ. ഇന്ന് തെറ്റില്ലല്ലോ, അതൊന്നും ഒരു പാപമായി കാണുന്നില്ലല്ലോ. ഒരു അന്യ പുരുഷന്റെ ശരീരത്തൊരു പെണ്ണ് തൊടുന്നത് പാപമായിട്ട് കാണുന്നില്ല. ഉപ്പയും കാണുന്നില്ല, ഉമ്മയും കാണുന്നില്ല, നിസാരമായി അതിനെ കാണുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം ജീവിതത്തിലേക്ക് കടന്നു വരണം മോനെ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത, അല്ലാഹുവിനെ ഭയക്കണം ഞങ്ങള്. ഒരാള് ഹൃദയത്തിനകത്ത് അല്ലാഹു കേറിക്കഴിഞ്ഞാൽ, ആ അല്ലാഹുവിനോടുള്ള ഭയം ഒരാളുടെ ഹൃദയത്തിനകത്ത് കേറിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ ജീവിതത്തിൽ മാറ്റം വരികയാണ്, അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുകയാണ്. ഉദാഹരണമായി ഞാൻ എൻ്റെ പെങ്ങൾക്കൊരു ചരിത്രം പറയാ. പെങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചരിത്രമാണ് സുലൈഖാ ബീബി റളിയല്ലാഹു തആല അൻഹാ. ഈജിപ്തിന്റെ രാജകുമാരിയായ സുലൈഖാ ബീബിയുടെ ചരിത്രം ഇഷ്ടപ്പെടുന്ന പെങ്ങള്, യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിച്ച പെങ്ങള്. ആരാണ് സുലൈഖ എന്ന് നിനക്കറിയുമോ? നിനക്ക് സുലൈഖയുടെ പാട്ട് മാത്രമല്ലേ അറിയൂ? യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കേറി പിടിച്ച സുലൈഖയുടെ ചരിത്രമല്ലേ അറിയൂ? എങ്കിൽ സുലൈഖ ആരാണെന്ന് പഠിക്കണം പെങ്ങള്. ഈജിപ്തിന്റെ രാജകുമാരിയായ സുലൈഖ, യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തന്റെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റുകയാണ്. സുന്ദരനായ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അല്ലാഹുവിനെ ഭയക്കുന്ന ചെറുപ്പക്കാരൻ, പ്രവാചകനായിട്ടില്ല സഹോദരാ. ആ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് വിളിച്ചു കയറ്റിയിട്ട് സുലൈഖ എന്ന് പറയുന്ന രാജകുമാരി കൊട്ടാരത്തിന്റെ മണിയറയുടെ വാതിലടച്ചിട്ട് അതാ സുന്ദരനായ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ തന്റെ മാറിടത്തിലേക്ക് പിടിച്ചു കിടത്തിയിട്ട് അവിടെ നിന്ന് പറയുന്നു, യൂസുഫേ, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാടാ യൂസുഫേ, എനിക്ക് നിന്നോട് വല്ലാത്ത മോഹമാടാ യൂസുഫേ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചു തരുമോ? ചോദിക്കുന്നതാരാ? ഈജിപ്തിന്റെ രാജകുമാരിയാണ്, സുലൈഖയാണ് പറയുന്നത്. എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാ യൂസുഫേ. ഒരാളും അറിയില്ലടാ, ഒരാളും കാണില്ലടാ. ഈ മണിയറയ്ക്കകത്ത് കിടന്ന് എന്ത് ചെയ്താലും ആരും അറിയില്ലെന്ന് പറഞ്ഞ് യൂസുഫ് നബി അലൈഹിസ്സലാം ആ യൂസുഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനോട് സുലൈഖ എന്ന രാജകുമാരി യാചിക്കുമ്പോ യൂസുഫ് പറഞ്ഞ മറുപടി, കാലമാദല്ലാ സുലൈഖ, എനിക്ക് അല്ലാഹുവിനെ പേടിയാ സുലൈഖ. ആര് കണ്ടില്ലെങ്കിലും അല്ലാഹ് കാണുന്നുണ്ട് സുലൈഖ. ഇന്നി അഖാഫുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് യൂസുഫ് സുലൈഖാനെ തെള്ളി മാറ്റിയിട്ട് ബെഡ്റൂമിന്റെ കൊട്ടാരത്തിന്റെ മണിയറയ്ക്കകത്ത് നിന്ന് ഇറങ്ങി ഓടുമ്പോ സുലൈഖ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കമീസ് പോലും അവിടെ നിന്ന് വലിച്ചു കീറിയല്ലോ. ഇത്രയല്ലേ നിനക്കറിയൂ? ഈ ചരിത്രമല്ലേ നിനക്കറിയൂ? എന്നാ സുലൈഖയ്ക്ക് മറ്റൊരു ചരിത്രമുണ്ട് പെങ്ങള്. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ അവസാനം സുലൈഖ പിടിച്ച് ജയിലിനകത്തിട്ടു. കൊല്ലങ്ങൾ കഴിഞ്ഞു. യൂസുഫ് നബി അലൈഹിസ്സലാം അവസാനം പ്രവാചകനായി, ഈജിപ്തിന്റെ ഭരണാധികാരിയായി കഴിഞ്ഞപ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖാനെ വിവാഹം കഴിക്കുകയാണ്. സുലൈഖാ ബീവിയെ വിവാഹം കഴിക്കുകയാണ്. ഭാര്യയും ഭർത്താവുമായി മണിയറയ്ക്കകത്ത് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, സുലൈഖാ ബീബി റളിയല്ലാഹു തആല അൻഹാ യൂസുഫ് നബി അലൈഹിസ്സലാമിനോട് സഹകരിക്കുന്നില്ല. യൂസുഫ് നബിയോട് സഹകരിക്കുന്നില്ല. ഭാര്യയും ഭർത്താവുമാണ്, സഹകരിക്കുന്നില്ല. ആ സമയത്ത് യൂസുഫ് നബി ചോദിക്കുന്നു, സുലൈഖ, നിനക്കെന്തു പറ്റി സുലൈഖ?
അല്ലാഹു ഹറാമാക്കിയ സമയത്ത് എന്നോടുള്ള സ്നേഹം കാരണം നീ എന്നെ കേറി പിടിച്ചവളാണല്ലോ. അല്ലാഹു ഹറാമാക്കിയിരുന്ന സമയത്ത് എന്നെ നീ കേറി പിടിച്ചവളാണ്. അന്നെന്നോട് തെറ്റ് ചെയ്യാൻ പറഞ്ഞവളാണ്. നിനക്കത്രയും ഇഷ്ടമല്ലേ സുലൈഖ? ഇന്ന് അല്ലാഹു ഹലാലാക്കി തന്നിരിക്കുകയാ. ഞാനും നീയും ഭാര്യയും ഭർത്താവുമാണ്. എന്തു വേണമെങ്കിലും ചെയ്യാ സുലൈഖ. എന്തുകൊണ്ടാണ് നീ എന്നോട് സഹകരിക്കാത്തതെന്ന് ചോദിക്കുമ്പോ സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ പെങ്ങളെ? സുലൈഖ ബീബി പറഞ്ഞു, യൂസുഫേ, അന്ന് നിന്നെ കേറി പിടിക്കാനുള്ള കാരണം എന്തെന്നറിയോ? യൂസുഫ് നബി അലൈഹിസ്സലാം സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ വിവാഹം കഴിച്ചു. ഭാര്യയും ഭർത്താവുമാണ്. പക്ഷേ സുലൈഖ ബീബി സഹകരിക്കുന്നില്ല. യൂസുഫ് നബി അലൈഹിസ്സലാം ചോദിച്ചു, എന്തു പറ്റി നിനക്ക്? നീ ഹറാമായിരുന്ന സമയത്ത്, അള്ളാഹു എന്നെ ഹറാമാക്കിയ സമയത്ത് നീ എന്നെ കേറി പിടിച്ചു എന്നോടുള്ള ഇഷ്ടം കാരണം. ഇന്ന് അള്ളാഹു ഹലാലാക്കി തന്നു, എന്തുകൊണ്ടാ നീ സഹകരിക്കാത്തത്? സുലൈഖ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ മറുപടി, യൂസുഫേ, അന്ന് നിന്നെ ഞാൻ കേറി പിടിക്കാനുള്ള കാരണം എൻ്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു. നിന്നോടുള്ള സ്നേഹം, നിന്നോടുള്ള പ്രണയം, നിന്നോടുള്ള ആഗ്രഹം, അന്നെൻ്റെ ഹൃദയം മുഴുവനും നീയായിരുന്നു യൂസുഫേ. അതുകൊണ്ടാണ് ഞാൻ കേറി പിടിച്ചത്. പക്ഷെ ഇന്ന് എൻ്റെ ഹൃദയത്തിനകത്ത് നീയല്ല, അള്ളയാ. ഇന്നെൻ്റെ ഹൃദയം മുഴുവനും അള്ളയാ. ആ അള്ള എൻ്റെ ഹൃദയത്തിനകത്ത് കയറിയത് കൊണ്ടാണ് എനിക്ക് നിന്റെ അടുത്ത് സഹകരിക്കാൻ പറ്റാത്തത്. ഇതാണ് അള്ളാ. ഒരാളുടെ ഹൃദയത്തിനകത്തേക്കോ പടച്ച റബ്ബ് കയറിക്കഴിഞ്ഞാൽ ആ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു ഭയം, ഒരു ചിന്ത, അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു വല്ലാത്ത ഒരു ഭയം ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ അവൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തെറ്റ് ചെയ്യാൻ ഒരു പേടി, പാപം ചെയ്യാനൊരു പേടി അതില്ലാതെ വരുന്നത് കൊണ്ടാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് കള്ളു കുടിക്കുന്നത്, കഞ്ചാവടിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കടോ. ഇപ്പൊ എന്നെ ഇവിടെ 10, 40, 50 വയസ്സുള്ളവർ ഈ മജ്‌ലിസിലിരിക്കുന്നു. ഇന്നത്തെ മുസ്ലിമിന്റെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്ക്. പണ്ടൊരു 40 കൊല്ലം മുമ്പ്, അല്ലെങ്കിൽ ഒരു 10, 20 കൊല്ലം മുമ്പ് അള്ളാഹുവിന്റെ പള്ളിക്കകത്ത് നിസ്കരിക്കാൻ വരുന്ന ഒരു മനുഷ്യനും കള്ളു കുടിക്കില്ല. നിസ്കരിക്കാൻ വരുന്ന ഒരാളും കള്ളു കുടിക്കാറില്ല. കേട്ടോ, തൊടാനും പിടിക്കാനും തെറ്റ് ചെയ്യാനും ഒരു പേടിയില്ലാത്ത കാലം എൻ്റെ ചെറുപ്പക്കാരാ. കൂടെ പഠിക്കുന്നവന്മാര് പടച്ചവനെ കഞ്ചാവ് തരുമ്പോ, മയക്കുമരുന്ന് തരുമ്പോ, ബിയർ കുടിക്കടാ, കള്ളു കുടിക്കടാ എന്ന് പറയുമ്പോ അവനോട് പറയണം, ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അല്ലാഹുവിനെ പേടിയാടാ, ഇത് ഹറാമാണ്. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു തുള്ളി കള്ള് തൊണ്ടയ്ക്ക് താഴെ ഇറങ്ങിയാൽ അവൻ അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കിടക്കില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ഇത് പാപമാണെന്ന്. അതുകൊണ്ട് ചെയ്യില്ല എന്ന് പറയാനുള്ള ചങ്കൂറ്റമുണ്ടാകണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, കൂടെ പഠിക്കുന്ന ഒരുത്തൻ ഓടി വന്ന് നിന്റെ കയ്യിൽ കയറി പിടിക്കുമ്പോ അവനോട് പറയണം, എന്റെ ശരീരത്ത് നിന്ന് കൈയെടുക്കടാ, ഇത് വ്യഭിചാരമാണ്, ഇത് വ്യഭിചാരമാണ്. ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വേറെയാണ്, എന്റെ ശരീരത്തെ തൊടാൻ പാടില്ല. അത് പറയാനുള്ള ഈമാൻ ഉണ്ടാകണം പെങ്ങള്. അങ്ങനെ പറഞ്ഞ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് ഞാനൊരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്താ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുന്ന കാലത്ത് ഉമർ തങ്ങൾക്ക് ഒരു ചെറുപ്പക്കാരനെ വല്ലാത്ത ഇഷ്ടമാണ്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ചെറുപ്പക്കാരന് ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നടാ പൊന്നുമോനെ. ഉമർ തങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല. എന്തുകൊണ്ടാണ് ഉമർ തങ്ങൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ
അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുമ്പോ പള്ളിയുടെ പുറത്തല്ല, കടത്തിണ്ണയിലല്ല, മതിലിന്റെ മുകളിലല്ല, അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് 1-ാമത്തെ സഫിൽ 5 നേരം ബാങ്ക് വിളിക്കുമ്പോ പള്ളിക്കകത്തിരിക്കുന്ന ചെറുപ്പക്കാരനാ. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാ മോനെ. ഈ ചെറുപ്പക്കാരൻ ഒരു ദിവസം പള്ളിയിൽ നിന്ന് ഇശാ നമസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോകുകയാ. എല്ലാ ദിവസവും പള്ളിയിലേക്ക് വരുന്ന വഴിയിൽ ഒരു സുന്ദരിയായ പെണ്ണുണ്ട്. ഈ ചെറുപ്പക്കാരനെ എന്തെല്ലാം ചെയ്തു നോക്കിയിട്ടും വഴങ്ങുന്നില്ല, അവിടെന്ന് പ്രണയിക്കുന്നില്ല. അങ്ങനെ അവസാനം ഒരു ദിവസം ഈ പെണ്ണവിടെന്ന് ഇറങ്ങുകയാണ്. ഈ ചെറുപ്പക്കാരൻ ഒറ്റയ്ക്ക് തന്റെ വീട്ടിലേക്ക് ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ ഒറ്റയ്ക്ക് ഇരുട്ടത്ത് നടന്നു പോകുമ്പോ ഈ പെണ്ണ് പതുങ്ങി നിൽക്കുകയാണ്. ഓടി വന്ന് ഈ ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിക്കുകയാണ്. തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ആ പെണ്ണ് പറയുന്നു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, എന്റെ മോഹമൊന്ന് സാധിപ്പിച്ചു തരുമോ, എന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുംബനം കൊടുത്തിട്ട് യാചിക്കുമ്പോ ആ ചെറുപ്പക്കാരന്റെ കൈകാല് വിറയ്ക്കുകയാ, കണ്ടടങ്ങളെ നിറഞ്ഞു ഒഴുകുകയാണ്. പടച്ചവരെ, ഒരു സുന്ദരിയായ പെണ്ണ് ആരും കാണാതെ ഇരുട്ടുള്ള വഴിയിൽ പാതിരാത്രി ഈന്തപ്പന മരത്തിന്റെ നടുവിൽ വെച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് അവിടെ നിന്ന് യാചിക്കുമ്പോ അവൻ കരയുകയാ. എന്തിനാ കരഞ്ഞതെന്നറിയോ? അല്ലാ, എന്റെ ശരീരത്തൊരു പെണ്ണ് തൊട്ടല്ലോ, അല്ലാ, വ്യഭിചാരിയായല്ലോ റബ്ബേ, ഞാൻ നരകത്തിലാണല്ലോ. ഖസറത് ദുനിയാ വൽ ആഖിറ, എന്റെ ദുനിയാവും ആഖിറവും പോയല്ലോ പടച്ചവര്, ഞാൻ നരകത്തിന്റെ അവകാശിയായി പോയല്ലോ. നിലവിളിച്ചുകൊണ്ട് പിടഞ്ഞു താഴെ വീഴുകയാ, നിലവിളിച്ചുകൊണ്ട് പിടഞ്ഞ് താഴെ വീഴുകയാ. ബോധം പോലും നഷ്ടപ്പെട്ടു പോയടോ. പെണ്ണോടി രക്ഷപ്പെടുകയാണ്. അവസാനം വഴിയിലൂടെ വരുന്നവർ ഈ ചെറുപ്പക്കാരനെ കണ്ടു. അവിടെ നിന്ന് ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് ചെന്നു. പ്രായം ചെന്ന പിതാവ് തന്റെ പൊന്നാര മകന്റെ അടുക്കലേക്ക് വന്നു. ബോധം തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിക്കുന്നു, എന്തേ മോനെ, എന്തേ സംഭവിച്ചത്? വാപ്പാ, ഞാൻ നരകത്തിന്റെ അവകാശിയായി വാപ്പാ. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തുകൊണ്ട് പൊന്നാര മകൻ കിടന്ന് നിലവിളിക്കുമ്പോ തന്റെ പൊന്നാര മകന്റെ സങ്കടം കണ്ടപ്പോ വാപ്പ പറഞ്ഞു, എന്റെ മകന് പാപം ചെയ്തിട്ടില്ല, എന്റെ മോൻ തെറ്റുകാരനല്ല, അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന മകനാ. അവളല്ലേ തെറ്റ് ചെയ്തത്, അവളല്ലേ കേറിപ്പിടിച്ചത്, എന്റെ പൊന്നുമോന് തെറ്റുകാരനല്ല. എത്ര പറഞ്ഞു കൊടുത്തിട്ടും മകന് തിരിയുന്നില്ല. കടന്ന് നിലവിളിക്കുകയാണ്. തന്റെ പൊന്നാര മകന്റെ സങ്കടം കണ്ടു. വാപ്പ സമാധാനിപ്പിക്കുമ്പോ മകൻ പറഞ്ഞു, വാപ്പാ, ഉമർ തങ്ങളോട് ചെന്ന് ചോദിക്ക്, ഉമർ തങ്ങളോട് ചെന്ന് മസല ചോദിക്ക്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ ചാരത്ത് ചെന്ന് തന്റെ പൊന്നാര മകന്റെ കഥ പറഞ്ഞു കൊടുത്തപ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അവൻ തെറ്റുകാരനല്ലല്ലോ. വാപ്പയ്ക്ക് വലിയ സന്തോഷമായി. തന്റെ പൊന്നാര മകന്റെ ചാരത്തേക്ക് വാപ്പ ഓടി വരുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയുമോ? ചെറുപ്പക്കാരാ, തെറ്റ് ചെയ്യാത്ത ചെറുപ്പക്കാര്, പടച്ചവരെ, നിരപരാധിയാണ്, തെറ്റ് ചെയ്തിട്ടില്ലടാ, എന്നാലും എന്റെ ശരീരത്തൊരു പെണ്ണ് തൊട്ടല്ലോ, പാപമാണല്ലോ, നരകത്തിലാണല്ലോ. ഭയന്ന് നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു പോയടാ ചെറുപ്പക്കാരാ. വാപ്പ വീട്ടിലേക്ക് വരുമ്പോ പൊന്നുമോനും മരിച്ചു കിടക്കുകയാണ്. മരിച്ചുപോയി മക്കള്. അവസാനം ആ ചെറുപ്പക്കാരന്റെ ജനാസ ഖബറടക്കി. എല്ലാവരും പിരിഞ്ഞു പോകുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് പറഞ്ഞതെന്തെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ.
അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ. വയത് കേൾക്കാമെന്ന ചെറുപ്പക്കാരോട് പറയുകയാ, മോനെ നിസ്കരിക്കുന്നവന് ഒരു സ്വർഗമുണ്ട്, ഖുർആൻ പഠിച്ചവനൊരു സ്വർഗമുണ്ട്, ഹജ്ജ് ചെയ്തവനൊരു സ്വർഗമുണ്ട്, പള്ളി കെട്ടിക്കൊടുത്തവന് സ്വർഗമുണ്ട്, നോമ്പ് പിടിക്കുന്നവന് സ്വർഗമുണ്ട്. എല്ലാവർക്കും ഒരു സ്വർഗമുണ്ടെന്നാണ് പറഞ്ഞത്. എങ്കിൽ അല്ലാഹു പറയുകയാ, ഒരാൾക്ക് 2 സ്വർഗമുണ്ടടാ, ഒരാൾക്ക് 2 സ്വർഗമുണ്ടടാ. ആർക്കാണ് അല്ലാഹു 2 സ്വർഗം കൊടുക്കുന്നതെന്നറിയോ? നിന്റെ കൂട്ടുകാര് കഞ്ചാവടിക്കാൻ തരുമ്പോ, മയക്കുമരുന്ന് തരുമ്പോ, മോനെ കള്ളു കുടിക്കാൻ തരുമ്പോ അവനോട് പറയണം, ഇന്നീ അഖാഫുല്ലാ, എനിക്കല്ലാരെ പേടിയാ, എനിക്കല്ലാരെ പേടിയാ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്, കൂടെ പഠിക്കുന്ന ഒരുത്തൻ ഓടി വന്ന് നിന്റെ ചുമലിൽ തൊടുമ്പോ, നിന്റെ കയ്യിൽ തൊടുമ്പോ, നിന്റെ ശരീരത്ത് തൊടുമ്പോ അവനോട് പറയണം, വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശാ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ഇതിലേക്ക് അടുക്കുക പോലും ചെയ്യരുതെന്നാണ്. എന്റെ ശരീരത്തെ തൊടുന്നത് കയ്യുടെ വ്യഭിചാരമാ. എന്റെ ശരീരത്തെ തൊടല്ലേ. ഞാൻ ഈമാനുള്ളവളാ, ഞാനൊരു മുസ്ലിമാ, മരണമുണ്ടെന്ന് വിശ്വസിക്കുന്നവളാ, ഖബറുണ്ടെന്ന് വിശ്വസിക്കുന്നവളാ, അന്ത്യനാളുണ്ടെന്ന് വിശ്വസിക്കുന്നവളാ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ കണക്ക് പറയേണ്ടവളാണെന്ന് ചിന്തിക്കുന്നവളാ. എനിക്കല്ലാനെ പേടിയാ എന്ന് പറയുന്ന പെണ്ണിന് ഒരു സ്വർഗമല്ല. വലിമന ഖാഫ മഖാമ റബ്ബിഹി ജന്നതാ. 2 സ്വർഗമുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ചെയ്യല്ലേ. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടുമ്പോ ആ തെറ്റ് നീ ചെയ്യരുത്. അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് നീ അതിൽ നിന്ന് പിന്മാറണേ. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, നിന്റെ കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി നിന്റെ ശരീരത്തെ തൊട്ടാ അവളോട് പറയണം വേണ്ടെന്ന്. പറയാൻ കഴിയണം, പെങ്ങള്, അവൻ നല്ല കൂട്ടുകാരനല്ല. നിന്റെ ശരീരത്തെ തൊടുന്നവൻ നിന്റെ ആത്മാർത്ഥ സുഹൃത്തല്ല. അവന്റെ കൂടെ കൂട്ടുകൂടല്ലേ, അവൻ നല്ലവനല്ല. എടാ ചെറുപ്പക്കാരാ, ആരുമാകട്ടെ, ഒരന്യ പെണ്ണ് നിന്റെ ശരീരത്തെ തൊടുന്നുണ്ടെങ്കിൽ അവളുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെക്കല്ലേ. അവള് നല്ലവളല്ലടാ ചെറുപ്പക്കാരാ. കാരണം ഞാൻ വെറുതെ പറഞ്ഞതല്ല. അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കടോ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയോ? ഞാനൊരു ചരിത്രം പറഞ്ഞു തരാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീബിയെയും സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരെയും ചേർത്ത് വെച്ചിട്ടൊരു വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തിയല്ലോ. എല്ലാവരും ചരിത്രം പഠിച്ചവരാ, എല്ലാവർക്കും ചരിത്രം അറിയുമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു, ഇവർ രണ്ടുപേരെയും ചേർത്തു വെച്ചിട്ട് ഒരു ആരോപണം നടത്തി. എല്ലാവരും ആരോപണമായി നാട് മുഴുവനും പറഞ്ഞുകൊണ്ട് നടക്കുകയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിണ്ടുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരോടും മിണ്ടുന്നില്ല. നിസ്കരിക്കും, റൂമിനകത്ത് കയറും, നിസ്കരിക്കും, വീടിനകത്ത് കയറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിണ്ടാതെ ഇരുന്നപ്പോൾ സ്വഹാബത്ത് കാണാൻ വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, ഓരോ സ്വഹാബികൾ കാണാൻ വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളെ കാണാൻ വന്നു. ഉമർ തങ്ങളാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ആണെന്ന് തോന്നുന്നു. നബി തങ്ങളെ കാണാൻ വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, എന്തേ നബിയെ മിണ്ടാത്തെ? എന്തിനെങ്ങനെ പിണങ്ങി നടക്കണേ? എന്താ ഞങ്ങളോട് ആരോടും മിണ്ടാത്തത്? നബി തങ്ങൾ ചോദിച്ചു, ആയിഷാനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? എന്റെ ആയിഷാനെ കുറിച്ച് പറയുന്നത് കേട്ടില്ലേ? കേട്ടു നബിയെ. നിങ്ങൾ എന്ത് പറയുന്നു എന്റെ ആയിഷയെ കുറിച്ച്? നബി തങ്ങൾ സഹാബത്ത്, ഉസ്മാൻ തങ്ങളാണെന്ന് തോന്നുന്നു, ഉമർ തങ്ങളാണെന്ന് തോന്നുന്നു,
സ്വഹാബിയോട് ചോദിച്ചു, എൻ്റെ ആയിഷാനെ കുറിച്ച് എല്ലാവരും വ്യഭിചരിച്ചു എന്ന് പറയുന്നു, നിന്റെ അഭിപ്രായം എന്താ? സ്വഹാബി കേൾക്കേണ്ട ഭാഗത്ത് ഉസ്മാന്റെ നിങ്ങളാണെന്ന് തോന്നുന്നു, അവിടെ നിന്ന് പറഞ്ഞു, നബിയെ ഒരിക്കലും ഞാൻ വിശ്വസിക്കൂല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തെറ്റ് ചെയ്തു എന്ന് ഒരിക്കലും ഞാൻ വിശ്വസിക്കൂല. അപ്പൊ ചോദിച്ചു, തെളിവുകളൊക്കെ എതിരല്ലേ? തെളിവുകൾ മുഴുവനും ആയിഷയ്ക്കെതിരല്ലേ, പിന്നെ എന്തുകൊണ്ടാ ഖിയാമത്ത് നാൾ വരെ ഞാൻ വിശ്വസിക്കൂല നബിയെ? ഖിയാമത്ത് നാൾ വരെ ഞാൻ വിശ്വസിക്കൂല. എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത്? അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളോട് ചോദിച്ചു, നബിയെ ആയിഷ ബീവിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞതാരാ? അള്ളയല്ലേ പറഞ്ഞ ആയിഷ ബീവി വിവാഹം കഴിക്കാൻ? അല്ലാഹുവല്ലേ പറഞ്ഞത്? അല്ലാഹുവാണ് പറഞ്ഞത് ആയിഷ ബീവിയെ വിവാഹം കഴിക്കാൻ. എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയോ? വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശാ വസാഅ സബീലാ. ഉമർ തങ്ങൾ അവിടെ നിന്ന് നബി തങ്ങളോട് ചോദിച്ചത്, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശാ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത്, അത് വളരെ മോശമായ ഒരു കാര്യമാണ്, വളരെ വൃത്തികെട്ട ഒരു കാര്യമാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആൻ പറയുന്നു വസാഅ സബീല. മഹാനായ നബിതങ്ങളോട് ചോദിക്കുന്നു, നബിയേ അങ്ങനാണോ ഒരു പാരമ്പര്യമില്ലാത്തൊരു മോശമായ പെണ്ണിനെ വിവാഹം കഴിക്കാൻ അല്ലാഹു പറയുമോ നബിയെ? ഒരു നല്ല കുടുംബത്തിൽ പിറന്ന പെൺകുട്ടിയാകണം, അല്ലെങ്കിൽ ഒരു മോശമായ പെണ്ണിനെ വിവാഹം കഴിക്കാൻ ഒരിക്കലും അല്ലാഹു പറയില്ല. അങ്ങക്ക് അല്ലാഹു നല്ലതേ തരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആയിഷ ബീബി തെറ്റ് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കില്ല. ഒരു നല്ല കുടുംബത്തിൽ പിറന്ന ദീനുള്ള അല്ലാഹുവിനെ ഭയമുള്ള ഒരു പെണ്ണും നിന്റെ ശരീരത്ത് തൊടാൻ വരില്ല, ഒരു പയ്യനും തൊടാൻ വരില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവർ നല്ലവരല്ല എന്ന് മനസ്സിലാക്കുക. തെറ്റിൽ നിന്ന് പിന്തിരിയ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് കയറണം. അള്ളയെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകണം. ആ ഒരു ഭയം എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ അള്ള പറയുകയാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ, നീ സ്വർഗത്തിന്റെ അവകാശിയാ. ഉലൈക അസ്ഹാബുൽ ജന്നാ ഹും ഫീഹാ ഖാലിദൂൻ. നീ കാലാകാലം അല്ലാഹുവിന്റെ സ്വർഗത്തിലാണെന്ന് അല്ലാഹു സന്തോഷ വാർത്ത പറഞ്ഞിട്ടുണ്ട്. എവിടെയാ പറഞ്ഞത്? നിന്റെ വീടിന്റെ അലമാരിക്കകത്തിരിക്കുന്ന വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ കലാമായ ഖുർആനിനകത്ത് അല്ലാഹു പറഞ്ഞിരിക്കുകയാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ അടിമയ്ക്കുണ്ടാകുന്ന ഒന്നാമത്തെ ഗുണമിതാണ്, ഒന്നാമത്തെ സ്വഭാവം ഇതാണ്. രണ്ടാമത്തെ ഗുണമെന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്ന രണ്ടാമത്തെ അടയാളം എന്തെന്നറിയോ? രണ്ടാമത്തെ അടയാളം എന്തെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹു എന്ത് പരീക്ഷണം കൊടുത്താലും, രോഗമാകട്ടെ, പ്രയാസമാകട്ടെ, പട്ടിണിയാകട്ടെ, സാമ്പത്തിക നഷ്ടമാകട്ടെ, അല്ലാഹു എന്ത് പരീക്ഷണം കൊടുത്താലും ക്ഷമിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, ക്ഷമിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, നമ്മൾ സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെല്ലാവരും അല്ലാഹുവിന്റെ പരീക്ഷണങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ ക്ഷമിക്കാൻ മനസ്സില്ലാത്തവരാണ്. പടച്ചവനെ, നമുക്ക് കഴിയുന്നില്ലല്ലോ സഹോദരാ, നമ്മൾ അവിടെയാണ് പരാജയപ്പെട്ടു പോയത്. ഈമാൻ കാര്യം 6 എണ്ണമാണ്. അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കൽ, അല്ലാഹുവിന്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കൽ, പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കൽ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ വിശ്വസിക്കൽ, അന്ത്യദിനമുണ്ടെന്ന് വിശ്വസിക്കൽ. പടച്ചവനെ, 6ാമത്തെ കാര്യം ബൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. 6 കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവനാണ് യഥാർത്ഥ മുഅ്മിൻ. 5 എണ്ണത്തിനൊരു വിശ്വാസമാണ്. ഈ പറഞ്ഞ 6 5 ഒരു സംശയമില്ല. അല്ലാഹനെ കൊണ്ട് വിശ്വാസമുണ്ട്, പ്രവാചകന്മാരെ കൊണ്ട് വിശ്വാസമുണ്ട്, മലക്കുകളെ കൊണ്ട് വിശ്വാസമുണ്ട്, വിശുദ്ധ ഖുർആനിൽ വിശ്വാസമുണ്ട്, അന്ത്യദിനമുണ്ടെന്ന് വിശ്വാസമുണ്ട്. പക്ഷേ 6ാമത്തെ കാര്യമുണ്ടല്ലോ,
വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാ, സന്തോഷവും ദുഃഖവും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാ. ഇതുകൂടെ വിശ്വസിച്ചാല് നീ യഥാർത്ഥ വിശ്വാസിയാകൂ എന്ന് പടച്ചവനെ നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോ എന്തേ വാപ്പാ നിനക്ക് ക്ഷമിക്കാൻ കഴിയാത്തത്? അല്ലാഹു പരീക്ഷണങ്ങൾ തരും, രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പീഡനങ്ങളും അല്ലാഹു നിനക്ക് തരും. പിന്നെ എന്തേ നീ വിചാരിച്ചത്? പലരും ചോദിക്കാറുണ്ട്, ഉസ്താദേ ഇതെന്ത് ജീവിതമാ, എന്നാ ഈ പരീക്ഷണമൊന്ന് മാറുന്നത്, ഈ കഷ്ടപ്പാടൊന്ന് മാറുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബ്ലികും. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചോദിക്കുകയാ, അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് വെറുതെ കേറി പോകാമെന്ന് നീയൊക്കെ കരുതിയോ? അല്ല ചോദിക്കുകയാ, സ്വർഗത്തിലേക്ക് വെറുതെ കേറി പോകാമെന്ന് നിങ്ങളൊക്കെ കരുതിയോ? വയനാട് ചുരം പോലെയാണ് സ്വർഗമെന്ന് നിങ്ങൾ കരുതിയെങ്കിൽ അല്ലാഹു പറയുകയാ, ഇല്ല മനുഷ്യ, ഒരുപാട് പീഡനങ്ങളും ത്യാഗങ്ങളും കഷ്ടപ്പാടുമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ നിങ്ങളിൽ പലരും ചോദിക്കുന്നുണ്ടല്ലോ, ഉസ്താദ് ഞാൻ 5 നേരം നിസ്കരിക്കുന്നവനാ, ഞാൻ ഖുർആൻ ഓതുന്നവനാ, ഞാൻ സദഖ കൊടുക്കുന്നവനാ, ഞാൻ ഒരുപാട് മജ്‌ലിസുകളിൽ പോകുന്നവരാ, എന്നിട്ടും എനിക്ക് അല്ലാഹു ക്യാൻസർ തന്നല്ലോ, എനിക്ക് പ്രയാസം തന്നല്ലോ, എനിക്ക് രോഗം തന്നല്ലോ. എന്തിനാ സഹോദരാ പലരും പറയുന്നത്? ഉസ്താദ് അല്ലാഹുവിന് എന്നോട് എന്തോ ദേഷ്യമുണ്ട്. പറയല്ലേ വാപ്പാ, നിന്റെ നാവ് കൊണ്ട് നീ എങ്ങനെ പറയല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയോ? ഇന്ന അശദ്ദന്നാസി ബലാഗ അൽ-അംബിയാ. അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ആരെയും അറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണ്. 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, അംബിയാ, മുർസലീങ്ങൾ, അവരെയാണ് അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്. ഈ പ്രവാചകന്മാരിൽ, ഈ ലോകത്ത് കടന്നു വന്ന നബിമാരിൽ, ആദം നബിയോ, നൂഹ് നബിയോ, മൂസാ നബി, ഈസാ നബി, ദാവൂദ് നബി, യാക്കൂബ് നബി, യൂനുസ് നബി, യൂസുഫ് നബി, ഹാറൂൻ നബി, അയ്യൂബ് നബി, സക്കരിയ നബി, ദാവൂദ് നബി, ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരിൽ അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിപ്പിച്ചത് ആരെയെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് അല്ലാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകനെയാ. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഇഷ്ടം കൂടിയാൽ എങ്ങനെയാണ്? ഇഷ്ടം കൂടിയാൽ അല്ലാഹു പരീക്ഷിക്കുമല്ലോ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പരീക്ഷിച്ചല്ലോ. അതുകൊണ്ട് സഹോദരാ, അല്ലാഹ് നിന്റെ ഈമാൻ അടക്കുകയാ. ഓരോ വിശ്വാസിയുടെയും ഈമാൻ അല്ലാഹു അളന്നുകൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ ഭരണം ശത്രുക്കൾക്ക് കൊടുത്തു. പടച്ചവനെ അവർ ഇസ്ലാമിന്റെ ശരീഅത്ത് നിയമങ്ങളിലേക്ക് കടന്നു വന്നു. പടച്ചവനെ പൗരത്വ ബില്ല് പാസാക്കി, NRC നടപ്പാക്കാൻ നോക്കി. അവസാനം പടച്ചവനെ ഏക സിവിൽ കോഡ് വന്ന് നിൽക്കുകയാണ്. വല്ലാതെ ഭയപ്പെടുത്തുകയാണ്. വല്ലാത്ത പരീക്ഷണമാ സഹോദരാ. അല്ലാഹു ഖുർആനിൽ വ്യക്തമായി പറഞ്ഞല്ലോ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞല്ലോ, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. ഭയം തരും സഹോദരാ. അല്ലാഹ് ഭയപ്പെടുത്തുമടോ. താടിയുള്ളവനും തടമ്പുള്ളവനും നിസ്കരിക്കുന്നവനും തൊപ്പിയിട്ടവനും മുസ്ലിമേ, നിന്നെ അല്ലാഹു പേടിപ്പിക്കും മുസ്ലിമേ. അത് പല വശങ്ങളിലൂടെയാണ്. ഏക സിവിൽ കോഡ് വന്ന് നിൽക്കുകയാണ്. പല രീതിയിലും നിന്നെ അല്ലാഹു പരീക്ഷിക്കും. ചെറുപ്പക്കാരാ, പേടിക്കല്ലേ വാപ്പാ. നീ അല്ലാഹുവിനെ
അല്ലാതെ മറ്റൊരാളെയും ഭയക്കല്ലേ. നീ പടച്ച റബ്ബിനെ പേടിക്ക്. എന്തിനാ നീ ഭയപ്പെടുന്നത്? ന്യൂനപക്ഷമായതിന്റെ പേരിലാണോ? ന്യൂനപക്ഷമേ ഇന്ന് വരെ ജയിച്ചിട്ടുള്ളൂ. ഇസ്ലാമിന്റെ ചരിത്രം എടുത്തു നോക്കടോ. ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു ചരിത്രമുണ്ടോ? ലോക ചരിത്രം എടുത്ത് നോക്കടോ. ഭൂരിപക്ഷം ഇന്ന് വരെ വിജയിച്ച ചരിത്രമില്ല. ന്യൂനപക്ഷമാണ് വിജയിച്ചത്. ഹക്കിന്റെ ഭാഗമാണ് വിജയിച്ചത്. അതുകൊണ്ട് സഹോദരാ, നീ അല്ലാഹനെ പേടിച്ച് ജീവിക്കൂ. നിന്റെ വീട്ടിൽ ദീൻ കൊണ്ടുവാ. ഈമാനികമായൊരു ജീവിതം നിന്റെ വീടിനകത്ത് വാ. പടച്ചവനെ, നീ അല്ലാഹുവിലേക്ക് മടങ്ങു സഹോദരാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു എന്തു പരീക്ഷണം തന്നാൽ അൽഹംദുലില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഇത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അൽഹംദുലില്ലാഹ് പറയാൻ പഠിക്കൂ സഹോദരാ. ജീവിതത്തിൽ എന്തോ പ്രയാസം വരട്ടെ, ജോലി നഷ്ടപ്പെടട്ടെ, അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം വരട്ടെ, കച്ചവടം തകർന്നു പോകട്ടെ, പടച്ചവനെ മക്കള് മരിച്ചു പോകട്ടെ, അല്ലാഹു എന്തു പരീക്ഷണം തന്നാൽ എന്തു പറയണം? അൽഹംദുലില്ലാഹ്. നീ അൽഹംദുലില്ലാഹ് പറയടേ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നബി തങ്ങൾ പറയുകയാ, ഒരു മനുഷ്യന്റെ മകന്റെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ ആകാശ ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹു ചോദിക്കുന്നു, മലക്കുകള് അവന്റെ കരളിന്റെ കഷ്ടത്തിന് നിങ്ങൾ പിടിച്ചു കൊണ്ടുവന്നപ്പോ ആ മനുഷ്യൻ എന്തേ ചെയ്തത്? അല്ലാഹു മലക്കുകളോട് ചോദിക്കും. ഒരാള് തന്റെ മകന്റെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ തിരിച്ചു ചെല്ലുമ്പോൾ അല്ലാഹു ചോദിക്കും, എന്താ അവൻ ചെയ്തേ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ പടച്ചവനെ, ഓ അൽഹംദുലില്ലാ അല്ലാഹ് പറയണേ. പടച്ചവനെ, ആ സമയത്ത് അല്ലാഹു മലക്കുകളോട് പറയും, നിങ്ങളൊരു വീട് പണി, സ്വർഗത്തിലൊരു വീട് പണി, എന്നിട്ട് ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേര് വെക്ക് എന്ന് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദര, ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും, അത് രോഗമാകട്ടെ, ദുഃഖമാകട്ടെ, ദുരിതമാകട്ടെ, എന്തു പരീക്ഷണം തന്നാലും ക്ഷമിക്കണം. അല്ലാഹു അതിനുള്ളൊരു മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അതിനുള്ളൊരു മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്ത് വന്നാലും അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ പറയാൻ പഠിക്കുക. അൽഹംദുലില്ലാ എന്ന് പറയാൻ പഠിക്കുക. ഏത് വിഷയം വന്നാലും അൽഹംദുലില്ലാ പറയുക. ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും രോഗമാണെങ്കിലും കടമാണെങ്കിലും അൽഹംദുലില്ലാ എന്ന് പറയുന്ന ആ പറയാനുള്ള ഒരു മനസ്സ്, ആ ഒരു നല്ല ഒരു ഗുണം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരൽഹംദുലില്ലാ പറഞ്ഞ് പറയുമ്പോൾ നല്ലതുപോലെ പറ. സുഖമാണോ? സുഖമാണോ? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? ജീവിതം സന്തോഷത്തിലാണോ? അൽഹംദുലില്ലാ. ഇത് പറഞ്ഞാൽ മതി. എന്ത് വന്നാലും തലകറങ്ങി വീണു, പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഡോക്ടർ ടെസ്റ്റ് ചെയ്തു, അവസാനം റിസൾട്ട് വന്നു, ക്യാൻസർ ആണെന്ന് പറഞ്ഞു. എന്തു പറയണം? എന്ത് പറയണം? പരീക്ഷയ്ക്ക് തോറ്റുപോയി, റിസൾട്ട് വന്നു, തോറ്റുപോയി, എന്തു പറയണം? ഉണ്ടായിരുന്ന ജോലി പോയി, എന്തു പറയണം? ലക്ഷങ്ങളുടെ നഷ്ടം വന്നു, എന്തു പറയണം? എന്ത് മക്കൾ മരിച്ചു, എന്തു പറയണം? അല്ലാതെ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ക്യാൻസർ രോഗം അല്ലാഹു തന്നു, പൊട്ടിക്കരഞ്ഞാൽ മാറുവോ? നിലവിളിച്ചാൽ മാറുവോ? തലകുത്തിക്കിടന്നാൽ മാറുവോ? ഇല്ല. അൽഹംദുലില്ലാ, അല്ലാഹ് തന്നു, പടച്ച റബ്ബ് തന്നു, ക്ഷമിക്കണം, അൽഹംദുലില്ലാ പറയണം. അത് പറയുന്നതിലൂടെ നമുക്ക് നേട്ടമുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ വിചാരിക്കുക എനിക്ക് ഓള വന്നില്ലേ, ഇതെന്ത് ഉസ്താദ് വന്നില്ലേ? ആരെങ്കിലും ക്യാൻസർ വരുമ്പോൾ അൽഹംദുലില്ലാ പറയോ? ജോലി നഷ്ടപ്പെട്ട അൽഹംദുലില്ലാ പറയോ? പരീക്ഷയ്ക്ക് തോറ്റുപോയ അൽഹംദുലില്ലാ പറയോ? ഇല്ല. ഇവിടെ പറയണം ചങ്ങാതി, എന്ത് വന്നാലും. ഞാൻ പറയും, ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. ജീവിതത്തിൽ പ്രയാസമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? എനിക്കും ഉണ്ട്, നിങ്ങൾക്കുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസം. ഞാൻ വലിയ പ്രയാസത്തിൻ്റെ സമയത്ത് ഞാൻ ഉസ്താദിനോട് പറഞ്ഞ എൻ്റെ പ്രയാസം എന്താന്ന്. ഞാൻ വരുമ്പോൾ വലിയ പ്രയാസത്തിലാണ് ഞാനേ ഉള്ളത്. അള്ളാഹു അതിലൊരു മോചനം നൽകുമാറാകട്ടെ. ആമീൻ പറയടോ. അള്ളാഹു മോചനം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തു പരീക്ഷണം വന്നാലും നമ്മൾ അൽഹംദുലില്ലാ പറയുക. നമ്മൾ വിചാരിക്കണം എന്താ? ഞാൻ ഒരു ഉദാഹരണം ചോദിക്കാം. ഉസ്താദ്, ഇതെങ്ങനെ പറ്റും? ഞാൻ പറയുന്ന ഒരു ഹദീസ് നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. എന്ത് നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷണം ഉണ്ടായാലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്ന ഒരു ഹദീസ് നിങ്ങൾ ഓർത്തു വെച്ചാൽ എന്ത് പ്രയാസം വന്നാലും നിങ്ങൾ അൽഹംദുലില്ലാ പറയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞു തരട്ടെ? വേണോ വേണ്ടേ? വേണോ വേണ്ടേ? എന്നാ നേരെ ഇരിക്ക്. ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരു ഇറക്കം ഉണ്ടോ? നിങ്ങൾ എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? എന്താ വാവാടും കൊടുവള്ളിയിൽ കയറ്റം കഴിഞ്ഞാൽ ഇറക്കം ഉണ്ടോ? പറ സഹോദരൻ, ഉണ്ടോ? ഉണ്ട്. ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷം ഉണ്ട്. അപ്പൊ അള്ളാഹു നിനക്ക് ഇപ്പൊ ദുഃഖം തന്നിരിക്കുന്ന എന്തിനാ? നിങ്ങളിൽ ആർക്കെങ്കിലും അള്ളാഹു ഒരു പരീക്ഷണം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നു. നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നതിൻ്റെ അടയാളമാണ് എന്ത്? ഈ ദുഃഖം. അത് മനസ്സിലാക്കിയാൽ മതി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇല്ലാ യളമൽ ജസാഉ മാ യളമൽ ബലാ ഇന്ന മഅൽ ഉസ്രി യുസ്റ ഖുർആൻ പറയുന്നുണ്ട്. ഇവിടെ ഒരു ദുഃഖത്തിൻ്റെ പുറകിലൊരു സന്തോഷമുണ്ട്, ഒരു സന്തോഷത്തിൻ്റെ പുറകിലൊരു ദുഃഖവുമുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്തോ നല്ലത് വരാൻ പോകുന്നതിൻ്റെ അടയാളമാണ് ഈ ദുഃഖം. ഇത് നീ അങ്ങ് ക്ഷമിക്ക്, സഹിക്ക്, സന്തോഷം വരുമല്ലോ. അൽഹംദുലില്ലാ. അപ്പം അടയാളം മനസ്സിലായല്ലോ. അൽഹംദുലില്ലാ. ദുആ ചെയ്തിട്ട് കാത്തിരിക്ക്. അള്ളാഹു നമുക്ക് സന്തോഷം നൽകുമാറാകട്ടെ. 4 പേരോട് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് നടന്ന വരാനുള്ള സന്തോഷം എൻ്റെ വഴിക്കങ്ങ് പോകും. അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാ പറയണം. ഞാനൊരു ചരിത്രം പറഞ്ഞു നിർത്താം. അൽഹംദുലില്ലയുടെ ചരിത്രം ഞാൻ പറയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു ചരിത്രം പറഞ്ഞു തരാ. എപ്പോഴും നിന്റെ നാവിന്റെ മുമ്പിൽ വരേണ്ട ഒരു വാചകമാണ് അൽഹംദുലില്ലാ. അല്ലാഹുവിന് ഇഷ്ടമാണെന്നറിയുമോ പെങ്ങളെ? ഈ ഒരു വാചകം അല്ലാഹുവിന് വല്ലാത്ത ഇഷ്ടമാ മോളെ. അതുകൊണ്ട് എന്തു വന്നാലും പറയണം അൽഹംദുലില്ലാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളവിടെന്ന് പറഞ്ഞല്ലോ. ഞാനൊരു ചരിത്രം പറഞ്ഞു തരട്ടെ. മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന് തന്റെ പൊന്നാര മകനോട് വല്ലാത്ത സ്നേഹമാണ്. എവിടെ പോയാലും മകന്റെ കൈപിടിച്ചുകൊണ്ട് നടക്കുകയാണ്. പൊന്നുമോനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. അവസാനം പടച്ചവനെ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം അവിടെ നിന്ന് യാത്ര പോകുമ്പോ തന്റെ പൊന്നാര മകനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സുലൈമിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാ. എന്റെ പൊന്നുമോനെ പൊന്നുപോലെ നോക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അവിടെ നിന്ന് പടച്ചവരെ മനസ്സില്ല മനസ്സോടെ വീട്ടിൽ നിന്ന് പോകുകയാ. പടച്ചവനെ ദിവസങ്ങൾ കഴിഞ്ഞു. അബൂ തൽഹ തങ്ങളുടെ പൊന്നാര മകൻ അവിടെ നിന്ന് പനി പിടിക്കുകയാ. എന്തു മരുന്ന് കഴിച്ചിട്ടും രോഗം മാറുന്നില്ല. പനി കൂടുകയാണ്, മാറുന്നില്ല. അവസാനം പടച്ചവനെ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് തന്റെ പൊന്നാര മകനങ്ങോ മരണപ്പെടുകയാ. പടച്ചവനെ ഉമ്മ സുലൈം എന്ന് പറയുന്ന പെണ്ണ് മാത്രം, ഉമ്മ മാത്രം വീടിന്റെ അകത്ത് തന്റെ പൊന്നാര മകന്റെ ജനാസയുടെ മുമ്പിലിരുന്ന് കരയുകയാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. സമാധാനിപ്പിക്കാൻ പോലും ഒരാള് കൂടെയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയേ, എന്റെ പൊന്നാര മകന് മരണപ്പെട്ടു പോയി നബിയേ. നബി തങ്ങൾ പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉമ്മ സുലൈമിനോട് പറഞ്ഞു, ക്ഷമിക്കും സുലൈം, അൽഹംദുലില്ലാ പറ ഉമ്മ സുലൈം. അല്ലാഹുവിന്റെ പരീക്ഷണമാണ് ഉമ്മ സുലൈം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് സമാധാനിപ്പിക്കുകയാ. പടച്ചവനെ അവസാനം തന്റെ പൊന്നാന മകന്റെ ജനാസ ഖബറടക്കി. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഒന്നും അറിഞ്ഞിട്ടില്ല. തന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ്. തന്റെ പൊന്നാര മകൻ മരിച്ചതറിഞ്ഞിട്ടില്ല. വീട്ടിലേക്ക് മടങ്ങി വരുമ്പോ ഉമ്മു സുലൈം ചിന്തിക്കുന്നു, അല്ലാഹ്
കിടന്നിട്ടുറക്കം വരുന്നില്ല. നാളെ ഭർത്താവ് വീട്ടിലേക്ക് വരുമല്ലോ. മകനെ കുറിച്ച് ചോദിച്ചാ ഞാൻ എന്തു പറയും പടച്ചവരെ? മകൻ മരിച്ചുപോയെന്ന് പറഞ്ഞാ തകർന്നു പോകുമല്ലോ. ഉമ്മു സുലൈം അവിടെ നിന്ന് തീരുമാനമെടുക്കുകയാണ്. പിറ്റേ ദിവസം കുളിച്ച് ഒരുങ്ങി വീടിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. ഭർത്താവ് വീട്ടിലേക്ക് കടന്നു വന്നു. ദുഃഖങ്ങൾ മുഴുവനും മനസ്സിന്റെ ഉള്ളിൽ കടിച്ചമർത്തിയിട്ട് തന്റെ ഭർത്താവിനെ ചിരിക്കുന്ന മുഖത്തോടെ അവിടെ നിന്ന് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന ഭർത്താവിനെ സ്വീകരിക്കുകയാ. വീടിനകത്ത് കയറി എന്റെ മകനെവിടെ, എന്റെ മകനെവിടെ? അബൂതൽഹ തങ്ങളെ ചോദിക്കുമ്പോ പറഞ്ഞു ഒരു സ്ഥലം വരെ പോയിരിക്കുകയാ. പടച്ചവനെ അതാ തന്റെ ഭർത്താവിന് കുളിക്കാ വെള്ളം കൊടുത്തു, കടിക്കാ ഭക്ഷണം കൊടുത്തു. ഉമ്മു സുലൈം ചിന്തിച്ചു, അല്ലാ ഭർത്താവിന് ആഗ്രഹമുണ്ടാമുണ്ടല്ലോ, സാധിപ്പിച്ചു കൊടുക്കൽ എന്റെ ബാധ്യതയാണല്ലോ. രണ്ടുപേരും കൂടെ കിടപ്പറയിലേക്ക് കയറി ശാരീരികമായി ബന്ധപ്പെട്ടു. പടച്ചവനെ എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു കൊടുത്തു. വീട്ടിലേക്ക് കയറി വന്നപ്പോഴേ മകൻ മരിച്ചുപോയെന്ന് പറഞ്ഞ് വേദനിപ്പിച്ചില്ല. വീടിനകത്ത് വിളിച്ചു കയറ്റി കുളിക്കാ വെള്ളം കൊടുത്തു, കടിക്കാ ഭക്ഷണം കൊടുത്തു, തന്റെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചില് തല വെച്ച് കിടന്നിട്ട് ഉമ്മു സുലൈം ചോദിക്കുന്നു, തൽഹ ആരെങ്കിലും അമാനത്തായ ഒരു വസ്തു നമുക്ക് നൽകി തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ? പഠിക്കണം പെങ്ങള്, ദീനുള്ള പെണ്ണിങ്ങനാ, ഈമാനുള്ള പെണ്ണിങ്ങനാ. അബൂതൽഹ റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാ, അമാനത്തായ ഒരു വസ്തു നമുക്ക് തന്നോ, തിരിച്ചു ചോദിക്കുമ്പോ കൊടുക്കണോ തൽഹ? അവിടെന്ന് ചോദിക്കുന്നു, നിനക്കറിയില്ലേ പെണ്ണെ, കൊടുക്കണമല്ലോ. അമാനത്ത് തിരിച്ചു ചോദിച്ചാ കൊടുക്കണമല്ലോ, അത് നമ്മുടെ ബാധ്യതയാണല്ലോ. അബൂതൽഹ റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ ഉമ്മു സുലൈം കരയുകയാ. അതുവരെ ക്ഷമിച്ചിരുന്ന ഉമ്മു സുലൈം അവിടെന്ന് പൊട്ടിക്കരയുകയാണ്. എന്തേ പെണ്ണെ കരയുന്നത്? എന്തേ പെണ്ണെ കരയുന്നത്? ത്വൽഹ, അല്ലാഹു നമുക്ക് അമാനത്തായി തന്ന നമ്മുടെ മകനെ അല്ലാഹു തിരിച്ചെടുത്തു. തൽഹ, നമ്മുടെ പൊന്നുമകനെ മരിച്ചുപോയി. തൽഹ. അബൂതൽഹ റളിയല്ലാഹു തആല അൻഹു തകർന്നു പോയടോ. പടച്ചവരെ, സഹിക്കാൻ പറ്റിയില്ല. തന്റെ പൊന്നാര മകൻ മരണപ്പെട്ടെന്ന് കേട്ടപ്പോ അവിടെ നിന്ന് വല്ലാതെ തകർന്നു പോവുകയാണ്. അബൂതൽഹ റളിയല്ലാഹു തആല അൻഹുവിന് സങ്കടമായി. പടച്ചവനെ, വീട്ടിലേക്ക് കയറി വന്നപ്പോ ഇവൾ എന്നോട് പറഞ്ഞില്ലല്ലോ, ഇവള് മറച്ചു വെച്ചല്ലോ, ഇവള് കിടപ്പറയിലേക്ക് വിളിച്ചു കയറ്റിയല്ലോ. സങ്കടം സഹിക്കാൻ പറ്റിയില്ല. ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ ചാരത്ത് ചെന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഉമ്മു സുലൈമിനെ എനിക്ക് വേണ്ട നബിയേ. എന്തേ തൽഹ, എന്റെ മകൻ മരിച്ചത് പറഞ്ഞില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെന്ന് പറയുമ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, തൽഹ, ഇതുപോലെ സ്വാലിഹത്തായ ഒരു ഭാര്യ അല്ലാഹു നിനക്ക് നൽകിയില്ലേ? 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച മാതാവിനെക്കാൾ സങ്കടം വേറൊരു മനുഷ്യനുമില്ലല്ലോ. എല്ലാം മറച്ചു വെച്ചിട്ട് അവള് നിന്നെ സന്തോഷിപ്പിച്ചവളല്ലോ. തൽഹ, ഇല്ലാ യളമൽ ജസാ മഅ യളമൽ ഫലാ. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. ശമിക്കബൂ തൽഹ, ഇന്നലെ നിങ്ങൾ ബന്ധപ്പെട്ടതിലൂടെ അല്ലാഹു നിനക്കൊരു മകനെ തരും. അബൂ തൽഹ, നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, അല്ലാഹു ഒരു മകനെ തരുമെന്ന് പറഞ്ഞു കൊടുത്തു. പടച്ചവനെ, ഉമ്മു സുലൈം ഗർഭിണിയാവുകയാ. മാസങ്ങൾ കഴിഞ്ഞു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പ്രസവിക്കുകയാ. അവിടെ ഒരാൺകുഞ്ഞിനെ നബി തങ്ങൾ പറഞ്ഞതുപോലെ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചടോ.
അവിടുന്ന് വാരിയെടുത്തുകൊണ്ട് നബി തങ്ങളുടെ മുമ്പിൽ ചെന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹു എനിക്ക് സന്തോഷം തന്നു നബിയേ. നബി തങ്ങളുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. അള്ളാന്റെ റസൂലാ മധുരം കൊടുത്തത്. ഈത്തപ്പഴം തന്റെ വായിക്കകത്ത് വെച്ച് ചവച്ചരച്ചിട്ട് നബി തങ്ങൾ വായിലേക്ക് വെച്ചു കൊടുത്തു. അല്ലാ അബ്ദുല്ലാ എന്ന് പേരിട്ടു. പെങ്ങളെ, ഒരൽഹംദുലില്ലയുടെ പ്രതിഫലം കേൾക്കണോ? ഒരൽഹംദുലില്ലയുടെ പ്രതിഫലം കേൾക്കണോ? പടച്ചുറപ്പേ, ഈ അബ്ദുല്ലാ എന്ന് പറയുന്ന മകനുണ്ടല്ലോ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചു, ഹാഫിളായി. അവിടുന്ന് വിവാഹം കഴിച്ചു. കുടുംബ ജീവിതത്തിൽ 12 മക്കള് ജനിച്ചു. ആ 12 മക്കളും ഹാഫിളീങ്ങളായി എന്ന് ചരിത്രം പറയുമ്പോ അൽഹംദുലില്ലാഹ് വല്ലാത്ത പ്രാധാന്യമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിന്റെ കാലിലൊരു മുള്ളു കൊണ്ടാലും നിന്റെ പാപം അല്ലാഹു പൊറുക്കും ബാപ്പാ. ഒരു രാത്രി പനി പിടിച്ചു കിടന്ന അതിലൂടെ നിന്റെ ചെറുപാപങ്ങൾ മുഴുവനും അല്ലാഹു പൊറുക്കുകയാ. അതുകൊണ്ട് പെങ്ങള്, അല്ലാഹുവിന്റെ തീരുമാനമാ, ക്ഷമിക്കണേ, ക്ഷമിക്കണേ. ആ ക്ഷമയ്ക്ക് പകരം അല്ലാഹു നിനക്ക് സ്വർഗം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആനിലൂടെ പടച്ചവന സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അല്ലാഹു സന്തോഷ വാർത്ത പറഞ്ഞ രണ്ടാമത്തെ വിഭാഗമാരാ. അല്ലാഹു ഒരു പരീക്ഷണം കൊടുക്കുമ്പോ ക്ഷമിക്കുന്നവരാ, ശുക്ർ ചെയ്യുന്നവരാ, നന്ദി രേഖപ്പെടുത്തുന്നവരാ. അല്ലാഹുവേ, ആ കൂട്ടത്തിൽ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ.